Good morning, students. Welcome to chemistry class. Today we will discuss two major concepts in chemistry, namely atomic orbitals and quantum numbers. As we have seen earlier, Bohr atom model discussed about fixed circular rigid trajectories around the nucleus of an atom as the paths of electron. But later, the introduction of quantum mechanical model completely disproved this concept. Quantum mechanical model considered both wave character and particle character, and they established that the Bohr's atom model does not exist because it is impossible to determine the position and momentum of moving particle like electron simultaneously and precisely as suggested by Heisenberg principle. Then we know that the basic equation in quantum mechanical model of atom is Schrödinger wave equation. It is given by h cap psi is equal to E psi, where h cap is the mathematical operator, namely Hamiltonian operator, psi is the wave function, E is the energy. By solving this equation, we will get different values of psi as psi 1, psi 2, psi 3, etc. Then each psi values have corresponding energy. So these psi values can also be represented as energy levels. For example, നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൽ തന്നെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ സൈ വേവ് ഫംഗ്ഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ സൈ വാല്യൂസ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഡിഫറെൻറ്റ് അറ്റോമിക് ഓർബിറ്റൽസിനെയാണ്. ഹൈഡ്രജൻ ആറ്റത്തിൽ തന്നെ ഡിഫറെൻറ്റ് അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്, പല അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്. അതാണ് സൈ 1, സൈ 2, സൈ 3 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ അറ്റോമിക് ഓർബിറ്റലിനും കറസ്പോണ്ടിങ് എനർജി വാല്യൂസും ഉണ്ട്. ജസ്റ്റ് ലൈക്ക് സൈ 1 എന്ന് പറയുന്നതിൻ്റെ എനർജി E1 ആണെങ്കിൽ സൈ 2വിൻ്റെ എനർജി E2 ആണ്, ദെൻ സൈ 3ൻ്റെ എനർജി E3 ആണ്. അതേപോലെ നമുക്ക് ഒരു ആറ്റത്തിൽ തന്നെ ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഉണ്ട്. ദറ്റ് മീൻസ് ഡിഫറെൻറ്റ് അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്. എങ്ങനെയത് കിട്ടിയത്? ഈ ഷ്രോഡിംഗർ വേവ് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ് നമുക്ക് ഈ ഡിഫറെൻറ്റ് എനർജി ലെവൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അറ്റോമിക് ഓർബിറ്റൽസ് ഉള്ളത്. ബോറിൻ്റെ അറ്റം മോഡൽ അനുസരിച്ച് ഫിക്സ്ഡ് സർക്കുലർ പാത്തിൽ കൂടെയാണ് ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ വരവോടുകൂടി അത് കംപ്ലീറ്റ്ലി തെറ്റാണെന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു പൊസിഷൻ എക്സാക്റ്റ് ആയിട്ട് ഇലക്ട്രോണിനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും ഒരു പ്രോബിലിറ്റി ബേസ്ഡ് മോഡൽ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് മാത്രം. അതായത് ഒരു ഇലക്ട്രോണിനെ ഇത്ര പെർസെൻറ്റേജ്, ഒരു 90% ഇലക്ട്രോണിനെ ഇന്ന റീജിയനിൽ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എഗെയിൻ ഈ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ്റെ ഡിഫറെൻറ്റ് സൊല്യൂഷനായ സൈ 1, സൈ 2, സൈ 3 കുറിച്ച് പഠിക്കുമ്പോൾ ഓരോ ആറ്റത്തിനുള്ളിലും ഇത്രയധികം അറ്റോമിക് ഓർബിറ്റലുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളിവയെ തിരിച്ചറിയുക? ഫോർ എക്സാമ്പിൾ, ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിൽ പല നിലകളുണ്ട് അല്ലേ? പല നിലകളിലും ഡിഫറെൻ്റ് അപ്പാർട്ട്മെൻറ്റ്സാണ് ഉള്ളത്. അതിൽ തന്നെ താമസമുള്ള അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, താമസം ഇല്ലാത്തവരുണ്ട്. എനിവേ, ഒരു അപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൽ ടോട്ടലായിട്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിലും നമുക്ക് അവരെ തിരിച്ചറിയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? അതിൻ്റെ ഏത് നിലയാണ്, ആ ഓരോ മെയിൻ ബിൽഡിങ്ങിൽ തന്നെ പല നിലകളുണ്ട്, പല നിലകളിൽ പല ഏരിയാസ് ഉണ്ട്. ആ രീതിയിൽ നമുക്ക് അവരുടെ അഡ്രസ്സ് കൊടുത്ത് അവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആറ്റത്തിനുള്ളിൽ പല അറ്റോമിക് ഓർബിറ്റലുണ്ട്, അവയിലൊക്കെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ അറ്റോമിക് ഓർബിറ്റലിനെയും ഇലക്ട്രോണിനെയും നമുക്കിതുപോലെ തന്നെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ നമ്പേഴ്സിനെയാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ക്വാണ്ടം നമ്പർ? ജസ്റ്റ് ദാൻ അഡ്രസ് ഓഫ് ദി ഇലക്ട്രോൺ. ദറ്റ് മീൻസ് ഇറ്റ് വിൽ സേ എവറിത്തിങ് അബൌട്ട് എൻ ഇലക്ട്രോൺ, അല്ലെങ്കിൽ ആറ്റോമിക് ഓർബിറ്റലിനെ കുറിച്ചും ഇലക്ട്രോണിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ അഡ്രസ്സ് പറയുന്നത് പോലെ തന്നെ ഒരു അറ്റോമിക് ഓർബിറ്റലിൻ്റെ എക്സാക്റ്റ് ആയിട്ട് ഇലക്ട്രോൺ എവിടെയാണെന്ന് പ്രോബിലിറ്റി ബേസ്ഡ് കൺസെപ്റ്റ് വെച്ച് നമുക്ക് പറഞ്ഞു തരുന്ന
സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോറിൻ്റെ അറ്റോമിക് മോഡൽ പ്രകാരം ഇതെന്തായിരുന്നു റെപ്രസെൻ്റ് ചെയ്യുന്ന ഓർബിറ്റ്സ് ആയിരുന്നു അല്ലേ. ഈ സർക്കുലർ പാത്തിൽ കൂടിയായിരുന്നു ഇലക്ട്രോൺ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പറഞ്ഞു എങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓർബിറ്റ് ഇല്ല. അതിന് പകരം ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അനുസരിച്ച് ഒരു അറ്റോമിക് ഓർബിറ്റിൽ എന്ന് പറഞ്ഞാൽ അതിനെ പല രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഒരു ആറ്റത്തിനുള്ളിൽ പല മെയിൻ ഷെൽസ് ഉണ്ട്. ഇപ്പം നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൽ പല നിലകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പല തരത്തിൽ പല ഷെൽസ് ഉണ്ട്. ആ ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് KLMN അങ്ങനെ പല ഷെൽസ് ഉണ്ട്. ആ പല നിലകളിൽ പല അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതുപോലെ പല ഷെല്ലുകളിൽ പല സബ് ഷെല്ലുകളുണ്ട്. ഇനി ആ സബ് ഷെല്ലിൽ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ ഷെല്ലിനെ കുറിച്ചും സബ് ഷെല്ലിനെ കുറിച്ചും ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള അറിവ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദാറ്റ് വിൽ ഒബ്റ്റെയിൻ ഫ്രം സൈ വാല്യൂസ്. സൈൻ്റെ വാല്യൂസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബൈ സോൾവിങ് ദ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ്റെ ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ അറ്റോമിക് ഓർബിറ്റലിനെ കുറിച്ചും ഇലക്ട്രോണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്നത്. Now we can see what are the major four quantum numbers. There are four quantum numbers. They are namely principal quantum numbers. The first one is principal quantum number. Principal quantum number. Then second one is azimuthal quantum number. ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ, സബ്സിഡിയറി ക്വാണ്ടം നമ്പർ എന്നിങ്ങനെയും ഇതിനെ വിളിക്കാം. മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ദ ഫോർത്ത് വൺ ഈസ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ. ഇങ്ങനെ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. എന്തൊക്കെയായിരുന്നു അവരുടെ പേര്? The first one is principal quantum number, second one is azimuthal quantum number, angular quantum number or subsidiary quantum number, third one is magnetic quantum number, fourth one is spin quantum number. Now we can see the first quantum number, principal quantum number. Principal quantum number identify, ഒന്നാമത്തത് principal quantum number identifies the main shell. നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ പല നിലകളുണ്ടെന്ന് പറഞ്ഞു. അതിലെ ആ ഏത് നിലയിലാണ്, ഏത് മെയിൻ ഷെല്ലിലാണ്, ദറ്റ് ഐഡൻറ്റിഫൈസ് എ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ N. ലെറ്റർ N. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് N. ദെൻ N ക്യാൻ ഹാവ് വാല്യൂസ് 1, 2, 3 ആൻഡ് സോ ഓൺ. ഓക്കെ. ദെൻ നമ്മുടെ ഇതേപോലെ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും പല ഷെല്ലുകളുണ്ട്. ദെൻ N=1 ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി K ഷെൽ എന്ന് വിളിക്കാം. N=2 ആണ് L, N=3 M. അങ്ങനെ ഈ ഓരോ മെയിൻ ഷെല്ലും, ഇപ്പം ഞാൻ പറഞ്ഞു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെയിൻ ഷെല്ലിനെയാന്ന് പറഞ്ഞു അല്ലേ. ഓരോ മെയിൻ ഷെല്ലും എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. അതിൽ തന്നെ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ മെയിനായിട്ട് ചിന്തിക്കുന്നത് മെയിൻ ഷെല്ലിനെ കുറിച്ചാണ്. ഓക്കെ. Principal quantum number is represented by the letter N. It can have value 1, 2, 3. ഒരിക്കലും അതിന് 0 വാല്യൂ വരത്തില്ല. കാരണം 0 എന്ന് പറഞ്ഞാൽ മീനിങ്ലെസ് ആയി മാറും അല്ലേ. മെയിൻ ഷെല്ലിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ മീനിങ്ലെസ് ആണ്. ഓക്കെ, അത് നമ്മളൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈസ് ദ മെയിൻ ഷെൽ. മെയിൻ ഷെല്ലിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അഗെയിൻ രണ്ടാമത് സൈസ് ഓഫ് ദി ആറ്റം. സൈസ് ഓഫ് ദി ആറ്റം അല്ലേ. നമുക്കതാ എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും അതിൻ്റെ ആറ്റത്തിൻ്റെ സൈസ് കൂടി കൂടി വരുന്നു. N=1 എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ഷെല്ലല്ലേ ഉള്ളൂ. N=2 എന്ന് പറഞ്ഞാൽ 2 മെയിൻ ഷെല്ല്. അങ്ങനെ എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഈ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നു. അപ്പം നമുക്ക് എന്നിൻ്റെ വാല്യൂയിൽ നിന്ന് ആറ്റത്തിൻ്റെ സൈസിനെ കുറിച്ച് ഐഡിയ കിട്ടുന്നു. എഗെയിൻ മൂന്നാമതായിട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്. ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്. Okay, as the value of N increases, the atomic orbital is far away from the nucleus. അല്ലേ?
എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയസിൽ നിന്നുള്ള ഓർബിറ്റലിൻ്റെ ദൂരം കൂടിക്കൂടി വരികയാണ്. അല്ലെങ്കിൽ വി കൻ സേ ദാറ്റ് ഇലക്ട്രോൺ ഈസ് ഫാർ അവേ ഫ്രം ദ ന്യൂക്ലിയസ്. അങ്ങനെ പറഞ്ഞൂടെ? കാരണം n=1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെയിൻ ഷെല്ലാണ്, അപ്പോൾ ന്യൂക്ലിയസിനോട് അടുത്താണ്. n=2 വരുമ്പോൾ കുറച്ചും കൂടെ ദൂരം കൂടി, n=3 വരുമ്പോൾ കുറച്ചുകൂടി ദൂരം കൂടി. അങ്ങനെ ദൂരം കൂടുന്നതനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കും ഈ അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് ദൂരെയാണെന്ന് പറയാനായിട്ട് സാധിക്കും. Again, it identifies the energy. ഓക്കെ, ഓരോ മെയിൻ ഷെല്ലിനും ഓരോ എനർജി ഉണ്ട്. ഓക്കെ, അതനുസരിച്ച് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് സൈസ് ഓഫ് ദ ആറ്റം കൂടുമെന്ന് പറഞ്ഞല്ലേ, അതനുസരിച്ച് എനർജിയും കൂടുന്നു. സപ്പോസ് ഇലക്ട്രോൺ n=4 എന്ന് പറയുന്ന മെയിൻ ഷെല്ലിലാണ് എങ്കിൽ അത് വളരെ ന്യൂക്ലിയസിൽ നിന്ന് വളരെ ദൂരെയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകും തോറും അതിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരുന്നു, ആൻഡ് എനർജി കൂടി വരുന്നു. ശരിയല്ലേ? അപ്പോൾ ഈ എന്നിൻ്റെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയെല്ലാം കാര്യങ്ങൾ ആ ഓർബിറ്റലിനെ കുറിച്ചും ഇലക്ട്രോണിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. It is represented by the letter N. It identifies the size and energy of the electron. Okay, again, പിന്നെ നമുക്കതനുസരിച്ച് ഇതിൽ നിന്ന് പറയാൻ സാധിക്കും, എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് സൈസ് കൂടുന്നുണ്ട്, ന്യൂക്ലിയസിനുള്ള ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്, എനർജി കൂടുന്നുണ്ട്. ഇത്രയെല്ലാം കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ദെൻ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്നിന് ഒരിക്കലും 0 വാല്യൂ ഉണ്ടാവത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഓരോ മെയിൻ ഷെല്ലിനും പല സബ് ഷെല്ലുകളുണ്ട്. സബ് ഷെല്ലിൽ തന്നെ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ചില മേഖലകളുണ്ട്. അവയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ മെയിൻ ഷെല്ലിലുമുള്ള ഓർബിറ്റൽസിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ n വാല്യൂ ഉള്ള മെയിൻ ഷെല്ലിനെ സംബന്ധിച്ച് അതിന് എത്ര ഓർബിറ്റൽസ് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ n² ആണ്. നമ്പർ ഓഫ് ഓർബിറ്റൽ ഇസ് ഈക്വൽ ടു n², ഓർബിറ്റൽസിൻ്റെ എണ്ണം. അതായത് ഓരോ മെയിൻ ഷെല്ലിലുമുള്ള ഓർബിറ്റൽസിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആയിരിക്കും. കാരണം എന്താ? ഓരോ മെയിൻ ഷെല്ലിലുള്ള സബ് ഷെല്ലുകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. ആ സബ് ഷെല്ലിൽ തന്നെ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള റീജിയൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ മെയിൻ ഷെല്ലിലും ഡിഫറെൻ്റ് ഓർബിറ്റൽ ആയിരിക്കും എന്ന്. എങ്ങനെയാണ് നമ്മൾ ഓർബിറ്റലിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക? ഫോർ എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് n, the number of orbitals associated with that main shell is n². Again, number of electrons associated with each main shell n is equal to 2n². Number of electrons. Okay, ഓരോ മെയിൻ ഷെല്ലിലെയും എൻ്റെ വാല്യൂ പെർട്ടിക്കുലർ വാല്യൂ n ആണെങ്കിൽ അതിനകത്ത് എത്ര ഇലക്ട്രോൺ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്ക് 2n² ചെയ്താൽ കിട്ടും. ഫോർ എക്സാമ്പിൾ n=2 ആണെങ്കിൽ 2⁻² എന്ന് പറഞ്ഞാൽ 4 × 2 8, അവിടെ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ്? n=2 എന്ന് പറയുന്ന മെയിൻ ഷെല്ലിൽ പല സബ് ഷെല്ലുകളുണ്ട്, പല ഓർബിറ്റൽസ് ഉണ്ട്. എല്ലാത്തിലും കൂടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, the second quantum number is azimuthal quantum number or subsidiary quantum number or angular momentum quantum number. This quantum number defines the shape of the orbital. ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു മെയിൻ ഷെല്ലിന് ഡിഫറെൻ്റ് സബ് ഷെൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആക്ച്വലി ദിസ് ക്വാണ്ടം നമ്പർ ഐഡൻറ്റിഫൈസ് ദ സബ് ഷെൽ ഓഫ് എ ഗിവൺ മെയിൻ ഷെൽ. ഫോർ എക്സാമ്പിൾ, ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ലെറ്റർ n ആയിരുന്നു നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ലെറ്റർ L ആണ്. ദെൻ ഈ സബ് ഷെല്ലിൻ്റെ എണ്ണം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഏത് മെയിൻ ഷെല്ലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത്. മീൻസ് ദ വാല്യൂ ഓഫ് L ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് n. Then how many L values are possible for a particular value of n? That means for a given subshell, ഓരോ സബ്ഷെല്ലിനും n-n values are possible ആണ്. n-l values possible ആണ്. അപ്പോൾ Lൻ്റെ പെർമിറ്റഡ് വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 0 to n-1 വാല്യൂസ് ആണ് പെർമിറ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി മെയിൻ ഷെല്ലിൻ്റെ കേസിൽ പറഞ്ഞു അതിനൊരിക്കലും 0 ഒരു വാല്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലേ.
പക്ഷേ സബ്ഷെല്ലുകളുടെ കാര്യത്തിൽ, ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അതിന് 0 വാല്യൂ ഉണ്ടാവത്തില്ല. പക്ഷേ സബ്ഷെല്ലിൻ്റെ അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ കാര്യത്തിൽ അതിൻ്റെ വാല്യൂ തുടങ്ങുന്നത് തന്നെ 0-യിൽ നിന്നാണ്. ദാറ്റ് മീൻസ് 0 to n-1 വാല്യൂസ് ആർ പോസിബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. n = 1 ആണെങ്കിൽ നമുക്കറിയാം അതൊരു കെ ഷെല്ലാന്നറിയാം അല്ലേ. അതിന് എത്ര എൽ വാല്യൂ ഉണ്ട്? 0 to n-1 ആണ്. അപ്പോൾ അതിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് ഒരേ ഒരു എൽ വാല്യൂ ഉള്ളത് 0 ആണ്. അതിൻ്റെ ഷേപ്പ്, അതിനെ ഡെസിഗ്നേറ്റ് ചെയ്തൊരു ലെറ്ററാണ് എസ് എന്ന് പറയും. അതിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്ററാണ് എസ്. അതിൻ്റെ ഒരു ഷേപ്പാണ് സ്ഫെറിക്കൽ ഷെല്ല്. അപ്പോൾ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പാണ് സ്ഫെറിക്കൽ എന്ന് പറയും. അതുപോലെ n = 2 എൽ ഷെൽ, രണ്ടാമത്തെ മെയിൻ ഷെല്ലാണ്. അപ്പോൾ 0 to n-1 എന്ന് പറയുമ്പം n = 2 ആണെങ്കിൽ, n = 2 ആണെങ്കിൽ എല്ലിന് ഏതൊക്കെ വാല്യൂസാണ് പോസിബിൾ? 0-ഉം 1-ഉം ആണ്. കണ്ടോ? അപ്പോൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ലെറ്ററാണ് എന്ത്? എസും പിയും. ഓക്കെ, അപ്പോൾ ഒരു മെയിൻ ഷെല്ല് 2 ആണെങ്കിൽ അതിനകത്ത് എസ് ഓർബിറ്റിലും ഉണ്ട്, പി ഓർബിറ്റിലും ഉണ്ട്. അപ്പം അതിൻ്റെ ഷേപ്പ് കണ്ടോ? എസിന് സ്ഫെറിക്കലാന്ന് പറഞ്ഞു, പി എന്ന് പറഞ്ഞാൽ ഡംബൽ ഷേപ്പാണ്. ഓക്കെ, എഗെയിൻ n = 3 ആണെങ്കിൽ അതിനുള്ളത് 0, 1, 2 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ അതാ നോക്കിക്കേ, 0, 1, 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി എസ് പി ഡി എന്ന് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡംബൽ ഷേപ്പ് എന്നൊക്കെ പറയും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് ബിയോണ്ട് യുവർ സ്കോപ്പാണ്. എങ്കിൽ പോലും ഡംബൽ ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ n = 4, n = 4 nth ഷെല്ലാണ്. അതിന് 0, 1, 2, 3 ഉണ്ട്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ സബ് ഷെല്ലിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റേഴ്സാണ് എസ് പി ഡി എഫ്. നിങ്ങൾ നേരെ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. മെയിൻ ഷെല്ലിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ സബ് ഷെല്ലിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ക്വാണ്ടം നമ്പറായ അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. ഓക്കെ, സബ് ഷെല്ലുകളുടെ എണ്ണം മെയിൻ ഷെല്ലിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, മെയിൻ ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ n ആണെങ്കിൽ സെക്കൻഡ് ക്വാണ്ടം നമ്പറായ അസിമുത്തൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് L ആണ്. Then the values of L depends on the values of n. Then the permitted L values are 0 to n-1. It defines the shape of the orbital. Then നമ്മൾ ഓരോ സബ് ഷെല്ലിൻ്റെയും ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ലെറ്ററും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൽ ക്വസ്റ്റ്യൻ തരുന്നത് പല രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, എന്നിൻ്റെയും എല്ലിൻ്റെയും വാല്യൂ തന്നിട്ട് ആ ഓർബിറ്റലിൻ്റെ നൊട്ടേഷൻ എഴുതാൻ പറയും. അതേപോലെ ഒരു ഓർബിറ്റൽ നൊട്ടേഷൻ തന്നിട്ട് n-l വാല്യൂസ് എഴുതാൻ പറയും. ഫോർ എക്സാമ്പിൾ, 1s എന്നാണ് ഓർബിറ്റൽ നൊട്ടേഷൻ എങ്കിൽ ഇതിൻ്റെ ഈ 1 റെപ്രസെൻ്റ് ചെയ്യുന്ന മെയിൻ ഷെല്ലിനെയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ്. n = 1 ആയിരിക്കും. ഇപ്പോഴും നമുക്കറിയാം എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എൽ വാല്യൂ 0 ആണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, n = 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെയിൻ ഷെല്ലിലെ സബ് ഷെല്ലാണ് ഈ എസും പിയും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് എഴുതാം? 2s കണ്ടോ, 2p എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ മെയിൻ ഷെല്ലിലെ എസും പിയും ഡിയും ആണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഇവിടെ എന്ത് എഴുതണം? 3s, 3p, 3d. അതേപോലെ നാലാമത്തെ മെയിൻ ഷെല്ലിൽ എഴുതുമ്പോൾ എന്ത് എഴുതണം? 4s, 4p, 4d, 4f. ജനറലി നമ്മൾ പറയുമ്പം n = 1 ആണെങ്കിൽ അവിടെ ഒരു എസ് സബ് ലെവലേ ഉള്ളൂ. n = 2 ആണെങ്കിൽ എസും പിയും ഉണ്ട്. n = 3 ആണെങ്കിൽ എസും പിയും ഡിയും പോസിബിൾ ആണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എഗെയിൻ 2s എന്ന് പറയുന്ന, അപ്പോൾ ഒരു 1s എന്ന് പറയുന്ന നൊട്ടേഷൻ തന്നാൽ അതിൽ എന്നും എല്ലും നമുക്ക് കിട്ടിയില്ലേ. അതേപോലെ തന്നെ n = 2 ആൻഡ് l = 0 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഓർബിറ്റൽ നൊട്ടേഷൻ എഴുതുക? ഓക്കെ, n = 2 ആകുമ്പോൾ നമ്മൾ തുടക്കത്തിൽ എഴുതുന്ന നമ്പർ 2 ആണ് അല്ലേ. ദെൻ l = 0 ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സബ് ഷെല്ലിൻ്റെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? എസ് ആണ്. കണ്ടോ, 2s എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ ഈ സബ് ലെവലിൻ്റെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ലെറ്റർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഒരു ടേബിളിൽ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി കറക്റ്റായിട്ട് പഠിച്ചുവെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ represented by ml. Magnetic quantum number. Magnetic quantum number
quantum number represented by ML. Okay. This actually defines the orientation of atomic orbital. അതായത് ഓർബിറ്റൽ ഉണ്ട് നമ്മൾ പറഞ്ഞു, ആ ഓർബിറ്റൽ ഏത് ദിശയിലോട്ടാണ്, ജനറലി അത് 3 സ്റ്റാൻഡേർഡ് ആക്സിസിനെ വെച്ചിട്ടാണ്, കോർഡിനേറ്റ് ആക്സിസിനെ വെച്ചിട്ടാണ് അത് പഠിച്ചിട്ടുള്ളത്, XYZ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ XYZ ആക്സിസിനെ വെച്ചുകൊണ്ട് ഏത് ആക്സിസിലോട്ടാണ് ഈ ഓർബിറ്റൽ ഓറിയന്റ് ചെയ്യുന്നത് എന്നാണ് ഈ മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദ ഓറിയന്റേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ represented by the letter ML. Okay, then നേരത്തെ പോലെ തന്നെ നമുക്കറിയാം ഈ ഓറിയന്റേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റലിനെയാണ് തേർഡ് ക്വാണ്ടം നമ്പറായ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിലും അതിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് L വാല്യൂസിനെയാണ്. then the values of L again depends on the value of N. Okay, ഇനി ഒരു പെർട്ടിക്കുലർ L വാല്യൂവിന് എത്ര M വാല്യൂസ് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ MLന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് L വാല്യൂസിനെയാണ്. then it can have values -L to 0 to +L എന്നാണ് പറയാം. or total number of ML values എത്രയാണെന്ന് ചോദിച്ചാൽ 12 + 1 values ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ L വാല്യൂ 0 ആണെങ്കിൽ അതിനാകെ ഒരു M വാല്യൂ ഉള്ളൂ, ദാറ്റ് ഈസ് 0 ആയിരിക്കും. കാരണം -L to 0 to +L എന്ന് പറഞ്ഞാൽ 0 തന്നെയല്ലേ ഉള്ളൂ. ഇനി L വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ പോസിബിൾ M വാല്യൂ എന്ന് പറഞ്ഞാൽ -1 0 +1. കണ്ടോ, ഈ 3 ഡയറക്ഷനിലാണ് ഈ അറ്റോമിക് ഓർബിറ്റിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള സാധ്യത 3 ഡയറക്ഷനിലാണ്. 3 അറ്റോമിക് ഓർബിറ്റിലുണ്ട് അതിന്. L = 1 എന്ന് പറയുന്ന ആ സബ്ഷെല്ലിനെ സംബന്ധിച്ച് 3 ഡയറക്ഷനിലാണ് ഇലക്ട്രോണിനെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ 3 ഓർബിറ്റൽ എന്ന് പറയും. അഗെയിൻ L വാല്യൂ 2 ആണെങ്കിലോ ML വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ -2 -1 0 +1 +2. കേട്ടോ, ഇനി ഇതിലൊക്കെ ടോട്ടൽ എത്ര വാല്യൂസ് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു L വാല്യൂവിനെ സംബന്ധിച്ച് MLന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന L വാല്യൂവിനെയാണ്. ഏതൊക്കെ വാല്യൂസ് ആണ് പോസിബിൾ എന്ന് ചോദിച്ചാൽ -L to 0 to +L ആണ്. ദെൻ ടോട്ടൽ എത്ര വാല്യൂസ് ചോദിച്ചാൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് 12 + 1 ആണ്. ദെൻ ഇവിടെ Lന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ദെൻ +1 ആകെ ഒരു വാല്യൂ അല്ലേ MLന് വന്നിട്ടുള്ളൂ, കറക്റ്റ് അല്ലേ? രണ്ടാമത്തെ നോക്കിയേ, L = 1 ആണ്. അപ്പോൾ ഇവിടെ 2 × 1 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. മൊത്തം 3 വാല്യൂസ് അല്ലേ വന്നിട്ടുള്ളത്. അഗെയിൻ L = 2 ആണെങ്കിലോ 2 × 2 + 1 ടോട്ടൽ 5. ഈ 5 വാല്യൂസ് അല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ കുറിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ. ദാറ്റ് ഡിഫൈൻസ് ദ orientation of atomic orbital designated by the letter ML. Then its value depends on the value of L. It can have values from -L to 0 to +L. That means total 12 + 1 values are possible for a given azimuthal quantum number L. Okay, then ഇപ്പോൾ നമുക്ക് ഈ 3 ക്വാണ്ടം നമ്പർ കണ്ടു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, 3 ക്വാണ്ടം നമ്പർ കണ്ടു. അത് ഒരു അറ്റോമിക് ഓർബിറ്റലിൻ്റെ മെയിൻ ഷെൽ ഏതാണ്, സബ് ഷെൽ ഏതാണ്, അത് ഏത് ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് എക്സ് വൈ സെഡ് അങ്ങനെ ഏത് ഡയറക്ഷനിലാണ് ഈ ഓർബിറ്റൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ദാറ്റ് മീൻസ് ഒരു അറ്റോമിക് ഓർബിറ്റലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ 3 ക്വാണ്ടം നമ്പറിൽ നിന്ന് ലഭിച്ചു. അതിൻ്റെ സൈസ് കിട്ടി, ഷേപ്പ് കിട്ടി, ഓറിയൻറ്റേഷൻ കിട്ടി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ 3 ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടി. എന്നാൽ അപ്പോൾ 4ാമത്തെ ഒരു ക്വാണ്ടം നമ്പറും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ represented by MS. നമുക്കറിയാം ഒരു ഓർബിറ്റലിൽ ആകെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. ഓക്കെ, ഒരു മുറിയിൽ 2 ആളുകൾ താമസിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ഓർബിറ്റലിൽ ഏത് ഓർബിറ്റലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതിൽ ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റേ ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. സോ
only two values are possible for spin quantum number. This will be either plus half or minus half. Okay, അപ്പം spin quantum number defines the spin rotation of the electron. Okay, അതിന് രണ്ട് വാല്യൂസേ ഉള്ളൂ, ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ദറ്റ് മീൻസ് പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ്. അപ്പോൾ ഒരു ഓർബിറ്റലിൽ തന്നെ ഉള്ള രണ്ട് ഇലക്ട്രോണിന് ആദ്യത്തെ മൂന്ന് വാല്യൂ സെയിം ആണെങ്കിലും നാലാമത്തെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2s എന്ന് പറയുന്ന ഒരു ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് എന്ന് കരുതുക. അതിനെ രണ്ട് ഇലക്ട്രോണിനെയും ഒരു ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് രണ്ട് ഇലക്ട്രോണിൻ്റെയും നമുക്കിതിനെ എ എന്നും ബി എന്നും റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എൻ വാല്യൂ രണ്ടിൻ്റെ എന്താണ്? 2 ആയിരിക്കും. എഗെയിൻ എൽ വാല്യൂ രണ്ടിൻ്റെ എന്താണ്? 0 ആയിരിക്കും. എം വാല്യൂ രണ്ടിൻ്റെ എന്താണ്? 0 ആയിരിക്കും. കേട്ടോ, ഒരു ഓർബിറ്റലിലുള്ള രണ്ട് ഇലക്ട്രോണിൻ്റെ എന്നും എല്ലും എം എല്ലും ഒക്കെ വേണമെങ്കിൽ സെയിം ആകാം. പക്ഷേ അതിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഒന്ന് പ്ലസ് ഹാഫ് ആണെങ്കിൽ മറ്റേത് മൈനസ് ഹാഫ് ആയിരിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അഗെയിൻ ഒന്നും കൂടെ സമപ്പ് ചെയ്യുമ്പം ഏതൊക്കെയായിരുന്നു ഈ ക്വാണ്ടം നമ്പേഴ്സ് ഒന്നും ജസ്റ്റ് നമുക്ക് നോക്കാം. There are 4 quantum numbers: principal quantum number, azimuthal quantum number, magnetic quantum number and spin quantum number. Then the principal quantum number is designated by the letter n. It defines the size and energy of the orbital. As the value of n increases, size of the orbital increases and energy of the orbital also increases. For a particular value of n, there are n square orbitals are possible. The number of electrons associated with a particular main shell will be 2n square. Again, the second quantum number, azimuthal quantum number, designated by the letter L. It defines the shape of the orbital. It identifies the subshells. Then, the value of L depends on the value of L, and L can have possible values from 0 to n minus 1. Then, the third quantum number is magnetic quantum number. It defines the orientation of atomic orbital. Then, designated by the letter ML. The value of ML depends on the value of L. It can have values from minus L, 0 to plus L. That means total 12 plus 1 values are possible for a particular value of ML. Then these first three quantum numbers for the atomic orbital. But the last quantum number, that is spin quantum number, that represents the spin movement of the electron. It is designated by the letter ms. It can have two values, either plus half or minus half. Then, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 4 ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. ആദ്യത്തെ 3 ക്വാണ്ടം നമ്പേഴ്സ് അറ്റോമിക് ഓർബിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നാലാമത്തെ ക്വാണ്ടം നമ്പർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ക്വാണ്ടം നമ്പേഴ്സ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വീഡിയോസുമായിട്ട് കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.